Mesmerizing wedding collection. Tejaswini by Chungat Jewelry. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. അങ്കമാലിയുടെ ഹൃദയം തൊട്ടറിഞ്ഞ് ഒരു വട്ടം കൂടി രവീന്ദ്രൻ മാഷെത്തി. ടെൽക്കിലെത്തി കമ്പനി തൊഴിലാളികളെയും റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരെയും കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. വോട്ടെടുപ്പിന് ഒരു മാസത്തിലേറെ ഇനിയും ബാക്കിയുണ്ടെങ്കിലും ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഒരു വട്ടമെങ്കിലും എത്തിച്ചേരാത്ത സ്ഥലം ബാക്കിയുണ്ടാകില്ല. അത്രയ്ക്ക് ഊർജ്ജസ്വലമാണ് മാഷിന്റെ പ്രചരണം. ഒരു അധ്യാപകന്റെ അടുക്കും ചിട്ടയും സമയനിഷ്ഠയുമെല്ലാം രവീന്ദ്രൻ മാഷിന്റെ ഓരോ ചുവടുവയ്പ്പുകളിലും കാണാം. MLA, മന്ത്രി എന്നീ നിലകളിലെ അനുഭവ സമ്പത്തുകൂടിയാകുമ്പോൾ മണ്ഡലത്തിൽ മാഷിന്റെ വിജയം സുനിശ്ചിതം എന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി പ്രവർത്തകർ. വെള്ളിയാഴ്ച രാവിലെ തന്നെ മാഷും LDF നേതാക്കളും അങ്കമാലി ടെൽക്കിലെത്തി. കമ്പനി തൊഴിലാളികളെയും ഓഫീസ് ജീവനക്കാരെയും നേരിൽ കണ്ട് സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യവും ഇടതുപക്ഷം വിജയിക്കേണ്ടതിന്റെ ആവശ്യകതയും രവീന്ദ്രൻ മാഷ് തൊഴിലാളികളുമായി പങ്കുവച്ചു. രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ സ്വകാര്യ വ്യക്തികളുടെ കൈകളിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് പൊതുമേഖലയെ സംരക്ഷിച്ച് സമ്പത്തിന്റെ വിതരണത്തിന് സാധ്യതയുണ്ടാക്കുന്ന ഇടതുപക്ഷം ഓരോ തൊഴിലാളിയുടെയും ജീവിത സംരക്ഷണവും കൂടിയാണ് ഉറപ്പുവരുത്തുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ രാജ്യം, ഏത് രാജ്യവും വിദ്യാഭ്യാസത്തിലൂടെ മുന്നോട്ടാണ് പോകേണ്ടത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം കൊച്ചു കേരളം തന്നെയാണ്. 2016 പൊതു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ ആധുനിക വിദ്യാഭ്യാസം കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടാണ് കേരള സമൂഹത്തെ മുന്നോട്ട് നയിച്ചത്. ഇപ്പോൾ നമ്മളൊരു വൈജ്ഞാനിക സമൂഹത്തിലേക്ക് പോവുകയാണ് എന്ന് പോലും പറയാവുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസം ആധുനികവൽക്കരിച്ചതുകൊണ്ടാണ്. ഒരു സമൂഹത്തിൽ പൊതുമേഖല എന്തിനാണ്, പൊതുവിദ്യാഭ്യാസം എന്താണ് എന്നതെല്ലാം തിരിച്ചറിയേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തെ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ അപകടകരമായ ഒന്നാണ്. ഏത് വികസനവും വളരുന്ന തലമുറയെ ആശ്രയിച്ചാണ് നിൽക്കുക. കേരളത്തിൻ്റെ വിദ്യാഭ്യാസം തലമുറകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ അഖിലേന്ത്യാ തലത്തിലുള്ള പുതിയ വിദ്യാഭ്യാസ നയമൊക്കെ തലമുറകളെ പിറകോട്ട് കൊണ്ടുപോവുകയാണ്. വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് രാജ്യം പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മതനിരപേക്ഷ മൂല്യങ്ങൾ, അതുപോലെ തന്നെ ഫെഡറൽ മൂല്യങ്ങൾ, അതെല്ലാം നഷ്ടപ്പെടുന്ന സമയത്ത് വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ ജനതയെ പുറകോട്ട് നയിക്കുന്നു. നൂറ്റാണ്ടുകൾക്കപ്പുറം എല്ലാം ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആധുനിക ശാസ്ത്ര സങ്കേതങ്ങളെ സാധാരണ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്ന പ്രതിലോമകരമായ ഒരു അവസ്ഥ കൂടി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ ഈ സമരം, ഈ രാഷ്ട്രീയ സമരം എന്ന് പറയുന്നത് പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള സമരം കൂടിയാണ്. പുതിയ തലമുറ എന്ന് പറയുന്നത് ആധുനികതയിലേക്ക് കടന്നു വരുന്ന തലമുറയാകണം. ആ തലമുറയ്ക്ക് മാത്രമേ ഈ മതനിരപേക്ഷ മൂല്യങ്ങളെയും ഫെഡറൽ മൂല്യങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ. ബോധപൂർവമാണ് നമ്മുടെ രാജ്യത്ത് ഫെഡറൽ മൂല്യങ്ങളും മതനിരപേക്ഷ മൂല്യങ്ങളും തകർത്തുകൊണ്ട് വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തെ പിറകോട്ട് നയിക്കുന്നത്. അവർ ഉയർത്തുന്ന സാംസ്കാരിക മൂല്യങ്ങൾ ശരിയാണെന്ന് തോന്നാൻ വേണ്ടിയിട്ടാണ്. വളരെ ബോധപൂർവമാണ്. ഇതെല്ലാം പരസ്പര ബന്ധിതമാണ്. വളരെ ദീർഘമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ രാജ്യത്തെ പിറകോട്ട് നയിക്കുന്ന ഒരു ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ അണിനിരക്കേണ്ടത് അടുത്ത തലമുറയ്ക്കും തുടർന്നു വരുന്ന തലമുറയ്ക്കും കൂടി ആവശ്യമാണ്. ടെൽക്ക് ഡയറക്ടർ ബോർഡ് അംഗവും CPM അങ്കമാലി ഏരിയ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് KK ഷിബുവും പ്രസംഗിച്ചു. ഒരു നാഴികക്കല്ലായി മാറാൻ കഴിഞ്ഞ ഭരണ പ്രവർത്തനങ്ങളാണ് മാഷ് വിദ്യാഭ്യാസ മന്ത്രിയായി പൂർത്തീകരിച്ചിട്ടുള്ളത്. മാഷ് ഇലക്ഷൻ മത്സരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളെല്ലാം ചെന്ന് കണ്ട പല വ്യക്തികളും പറഞ്ഞത്, ഞങ്ങൾ മാഷിന്റെ പേര് കേട്ടപ്പോൾ തന്നെ മനസ്സാലെ മാഷ് ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചു പോകുന്നെന്നാണ് അവർ സൂചിപ്പിച്ചത്. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത പരിഗണനകൾക്ക് അതീതമായി എല്ലാ മനുഷ്യരും, സമൂഹത്തിന് നന്മ ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരും ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് മാഷിനെ പോലുള്ള വ്യക്തിത്വങ്ങൾ പാർലമെന്റിൽ ഉണ്ടാകേണ്ടതിന്റെ അനിവാര്യത ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ 17ാമത്തെ ലോകസഭ എന്ന് പറഞ്ഞാൽ
ഒരു കാരാഗ്രഹമാക്കി മോഡി ഗവൺമെന്റ് മാറ്റി. അവിടെ ചർച്ചകൾ അനുവദിക്കുന്നില്ല. നിയമനിർമ്മാണങ്ങൾ നടത്തുമ്പോൾ യാതൊരു വിധത്തിലുള്ള ഡിബേറ്റ് ഇതിലേക്ക് ഉണ്ടാകുന്നില്ല. പാർലമെന്ററി സമിതികൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. ഈ രാജ്യം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുപ്രസിദ്ധമാർന്ന നിയമങ്ങൾ രാജ്യത്ത് ഒറ്റ വാക്കിൽ പറഞ്ഞ് നിയമമാക്കുന്ന ഒരു കാര്യം കൂടി നമ്മുടെ പാർലമെന്റിൽ സംഭവിച്ചു. കാശ്മീരിന്റെ സ്വതന്ത്രമായ അതിന്റെ പദവി എടുത്തു കളഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ ആകമാനം ബാധിക്കുന്ന തരത്തിലുള്ള നിരവധി ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് ഫലത്തിൽ രാജ്യത്തെ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നുള്ള ബ്രിട്ടീഷ് തന്ത്രം വീണ്ടും ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇന്ത്യക്കകത്ത് നടപ്പാക്കുന്ന സിസ്റ്റമാണ്, സംവിധാനമാണ് ഈ രാജ്യത്തെ നരേന്ദ്രമോദി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യമാകെ ഇന്ന് ഇരുട്ടിലേക്ക് ആണ്ടുപോയിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം അനിവാര്യമാകുന്ന സന്ദർഭത്തിലാണ് 18ാമത്തെ ലോക്സഭ ഇലക്ഷൻ കടന്നു വരുന്നത്. ഈ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഒരുപക്ഷെ വീണ്ടും BJP അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, നമ്മുടെ രാജ്യം ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട, മതനിരപേക്ഷ സംസ്കാരം അവസാനിപ്പിക്കപ്പെട്ട, ഫെഡറൽ മൂല്യങ്ങൾ തല്ലി തകർക്കപ്പെട്ട ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറാൻ പോവുകയാണ്. തൊഴിലാളികളോടൊപ്പം ഏറെ നേരം ചെലവിട്ട ശേഷം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്കായിരുന്നു സ്ഥാനാർത്ഥിയുടെ യാത്ര. ട്രെയിൻ കാത്തിരുന്നവരെയും സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയവരെയും സ്ഥാനാർത്ഥി അഭിവാദ്യം ചെയ്തു. സ്റ്റേഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥരെയും ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാരെയും കണ്ടു. ഗുഡ്സ് ഷെഡ് പരിസരത്ത് ലോറി ഡ്രൈവർമാരെ കാണാനെത്തിയ രവീന്ദ്രൻ മാഷിനെ CITU യൂണിയന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. തൊഴിലാളികളുടെ പ്രശ്നങ്ങളും വിശേഷങ്ങളും അന്വേഷിച്ചറിഞ്ഞ രവീന്ദ്രൻ മാഷ് ഒരു നിമിഷം അവരുടെ അധ്യാപകനായി മാറി. പൊതുമേഖലയെ നിലനിർത്തുക എന്ന് പറയുന്നത് ഇടതുപക്ഷം മാത്രം എന്ന് പറഞ്ഞാൽ ആലങ്കാരികമല്ല, മാത്രം. ഇപ്പൊ തൊഴിലാളിയെ സംബന്ധിച്ച് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം തന്നെ തൊഴിലാളിയെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, തൊഴിലാളിക്ക് വേണ്ടി ലോക്സഭയിൽ ശബ്ദമുയർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, തൊഴിലാളിയാണ് യഥാർത്ഥത്തിൽ എല്ലാ ഉത്പാദനത്തിന്റെയും അടിത്തറ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അതല്ലേ ലോക്സഭയിൽ ഉണ്ടാവേണ്ടത്. തൊഴിലാളിയെ സംബന്ധിച്ച് തൊഴിലാളിയെ പിരിച്ചുവിടുന്ന ഭരണകൂടത്തിന് വോട്ട് ചെയ്താൽ തൊഴിലാളിക്കെതിരായിട്ട് നമ്മൾ ഒന്നുകൂടെ വോട്ട് വിനിയോഗിക്കുക എന്നാണ് അർത്ഥം. തൊഴിലാളിക്കെതിരായ ഭരണകൂടം നമ്മൾ ഇന്ന് കേന്ദ്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിനയവും ലാളിത്യവും അതോടൊപ്പം വിജ്ഞാനത്തിന്റെ പ്രൗഢിയും ഒത്തുചേർന്ന രവീന്ദ്രൻ മാഷ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടത് ക്യാമ്പ്. മുൻമന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ, CPM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് KK ഷിബു, ജില്ലാ കമ്മിറ്റി അംഗം CK സലീം കുമാർ, LDF നേതാക്കളായ ബെന്നി മൂഞ്ഞേലി, മാത്യൂസ് കോലഞ്ചേരി, M മുകേഷ്, MA ഗ്രേസി, സജി വർഗീസ് തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ. MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.